ഇന്ത്യക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അവിടെയൊക്കെ ഇംഗ്ലീഷ് കൊണ്ട് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല രാജ്യങ്ങളിലെയും ആളുകൾക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് പോലും അറിയില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ ചില കൺട്രീസിലേക്ക് നിങ്ങൾ ഫോറിൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് പോകുമ്പോൾ പോലും പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഫോറിനിലേക്ക് ആരും പഠിക്കാൻ പോകണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ ഏത് രാജ്യത്തേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭാഷ ഏതാണെന്നൊന്ന് മനസ്സിലാക്കുക. ആ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിച്ചാലാണ് അവിടെ നമുക്ക് ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ള സത്യം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ പോകുന്നതിന് മുൻപേ ആ ഭാഷാ പഠനം തുടങ്ങുക. അത് എത്ര നേരത്തെ ആകുന്നുവോ അത്രയും നിങ്ങൾക്ക് നല്ലത്. ഫോർ എക്സാമ്പിൾ, ജർമ്മനിയിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജർമ്മൻ ഭാഷ, ഓസ്ട്രിയ ഉപയോഗിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്, ഹംഗറിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഹംഗേറിയൻ ആണ്. ഇനി വല്ല ജോർജിയയിലോ മറ്റോ പോയിട്ട് MBBS പഠിക്കണമെങ്കിൽ ക്ലിനിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് ആവശ്യം വരും. അവിടെ നമുക്ക് അവരുടെ ഭാഷ അറിഞ്ഞാലാണ് അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഭാഷയിലാണ് അവിടുത്തെ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നതെന്നും അത് മനസ്സിലാക്കിയാലാണ് MBBS പഠിക്കുമ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷറും ഇനി ബാക്കി എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ മിക്കവരുടെ ഉദ്ദേശം അവിടെ തന്നെ ജോലി ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാനും സാധിക്കുള്ളൂ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.